നിങ്ങൾക്കറിയുന്നത് പോലെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ്റെ 1-ാം ചരമവാർഷിക ദിനമാണെന്ന്. അദ്ദേഹം കടന്നുപോയിട്ട് ഒരു കൊല്ലം തികയുന്നു. ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കുടുംബാംഗങ്ങൾ ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തി. സങ്കടകരമായ സാഹചര്യമായിരുന്നു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ആലീസ് ചേട്ടത്തി ഭയങ്കര കരച്ചിലായിരുന്നു. ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളും ഇരിങ്ങാലക്കുട സെൻറ് തോമസ് പള്ളിയിൽ എത്തിയിരുന്നു. സൂരജ് സജിയുടെ റിപ്പോർട്ട് ഫ്രം ഇരിങ്ങാലക്കുട. വിട പറഞ്ഞിട്ടും ഇന്നും ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഇന്നസെൻ്റ്. ഇരിങ്ങാലക്കുട ദേവാലയത്തിലെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ശവക്കല്ലറയിലേക്ക് ഇന്നു മാത്രം നിരവധി പേരാണ് ഈ ഒരു നോക്ക് കാണുന്നതിനായി എത്തിയത്. പലരും അത് കുടുംബാംഗങ്ങൾ അല്ലാതെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകരടക്കമുള്ളവർ നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തി പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളും അടക്കമുള്ളവർ എത്തിയായിരുന്നു ഈ പ്രാർത്ഥന. തൊട്ടു പിന്നാലെ ഈ ആരാധകരായിട്ടുള്ളവരും പഴയ പാർട്ടി സഖാക്കളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണുള്ളത്. ഓരോരുത്തർക്കും പറയാനുള്ളത് നൂറ് കഥകളാണ്. കാരണം ഇദ്ദേഹം അഭിനയിച്ചു വെച്ച അല്ലെങ്കിൽ അഭിനയിച്ചു തീർത്ത കഥാപാത്രങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും അനുസ്മരിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ പതിപ്പിച്ച ശവക്കല്ലറയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ മനസ്സിലേക്ക് സ്വാഭാവികമായും ഓടി വരുന്നത് ഈ കഥാപാത്രങ്ങൾ തന്നെയാണ്. പലർക്കും അത്തരം ഈ കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും അത്തരത്തിൽ ഈ ആരാധകരായി എത്തുന്ന ഓരോരുത്തരും അങ്ങനെ പങ്കുവയ്ക്കുന്നതും അത്തരം ഈ കഥകൾ തന്നെയാണ്. ഇന്നസെൻ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഇന്നസെൻ്റ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു വ്യക്തിയാണ്. ഞങ്ങളൊന്നും ഇന്നസെൻ്റ് മരിച്ചെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. നല്ലൊരു പരോപകാരിയായിരുന്നു. ഇപ്പോഴും ഓർക്കും. ആള് ഒരു നല്ല ഹാസ്യ സമ്രാട്ടായിരുന്നു. ആള് ഇപ്പോഴും ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളും മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ജനങ്ങൾക്ക്. ഇപ്പോഴും ഓർമ്മയില്ലാത്ത ആൾക്കാർ അങ്ങനെ. എന്തായാലും കുടുംബാംഗങ്ങളാണ് ആദ്യം രാവിലെ ഇവിടെ എത്തി പ്രത്യേക പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏറെ ദുഃഖാർദ്രമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വിതുമ്പി കരഞ്ഞാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് മടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളും ഇങ്ങോട്ടേക്ക് എത്തി. LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രൊഫസർ C രവീന്ദ്രനാഥ് എത്തി. കുടുംബാംഗങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. തൊട്ടു പിന്നാലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ബെന്നി ബെഹന്നാനും എത്തി. അങ്ങനെ ഈ ശവക്കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി പോകുന്നവരായിട്ടുള്ളവർ നിരവധിയാണ്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ നിരവധി ആരാധകരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെ വന്നു പോയത് നിരവധി ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഇത്തരത്തിൽ ഇന്നസെന്റിന്റെ കഥാപാത്രങ്ങളിലൂടെ ഇന്നും അത് ഇന്നസെന്റ് ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിട പറഞ്ഞെങ്കിലും ഇന്നും ഓർമ്മകളിൽ അങ്ങനെ ജീവിക്കുകയാണ് ഇന്നസെന്റ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഈ വിയോഗമൊക്കെ ഈ അലിച്ചടത്തി എങ്ങനെ താങ്ങുമെന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം അത്ര ചിരിച്ചു കളിച്ച് അദ്ദേഹം ഫ്ലവേഴ്സ് ഒരു കൂടിയിലൊക്കെ ധർമ്മപത്നിയുമായിട്ടാണ് വന്നത്. അപ്പോൾ പത്നിയെ കൂടി ഉൾപ്പെടുത്തി ആ പ്രോഗ്രാം സജീവമാക്കാനൊക്കെ അദ്ദേഹം നടത്തിയ യത്നങ്ങളൊക്കെ ഞാനിങ്ങനെ അറിയാതെ ആലോചിച്ച് പോയി. അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ തന്നെ വളരെ സജീവമാണ്. ഒരു യഥാർത്ഥത്തിൽ ഈ സാധാരണ ഈ പുറത്ത് തമാശ പറയുന്ന ആൾക്കാർ വീട്ടിൽ വലിയ ഗൗരവക്കാരായിരിക്കും. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ തിരിച്ചായിരുന്നു. കുടുംബക്കാരോടൊപ്പം ഇരുന്ന് തമാശ പറയും, അവരെ കൂടി കഥാപാത്രങ്ങളാക്കി കഥകൾ സജീവമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്.